ഓക്കെ ഗായ്സ്, ഇന്ന് സ്കെയറി സ്റ്റോറിക്ക് പറയാനുള്ള ഒരു പുതിയൊരു കഥയാണ്. ഈ കഥ ഹൊറർ ബേസ്ഡ് ആണെങ്കിലും അത്ര ഹൊറർ ആയിട്ടുള്ള കഥയല്ല. ഒരു ഫാൻറ്റസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൊറർ കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കൂട്ടുകാരനെ നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. കഥയുടെ പേര് ദുഃഖഭോഗി. അപ്രത്യക്ഷമായായിരുന്നു ഞാൻ ആദ്യമായി ഒരാളുടെ ദുഃഖം കഴിക്കുന്നത്. എൻ്റെ അമ്മായി മരിച്ചിരുന്നു. ശവസംസ്കാര ചടങ്ങിൽ എൻ്റെ കസിൻ അവളുടെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. അമ്മയുടെ വിവാഹമോതിരം മുറുകെ പിടിച്ച് അവളുടെ വിരലുകൾ വിളറി വെളുത്തിരുന്നു. അവൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ മോതിരം എൻ്റെ കൈപ്പത്തിയിൽ അമർത്തി. എനിക്ക് ഇനി ഇതിലേക്ക് നോക്കാൻ കഴിയില്ല, അവൾ പറഞ്ഞു. അത് എടുത്തുകൊണ്ടു പോകൂ. ഞാനത് എൻ്റെ പോക്കറ്റിലിട്ടു. വീട്ടിലേക്കുള്ള ഡ്രൈവിൽ വിചിത്രമായി എന്തോ സംഭവിച്ചു. നല്ല വിസ്കി കുടിച്ചതുപോലെയുള്ള ഒരു ചൂടുള്ള അനുഭവം എൻ്റെ വയറ്റിൽ പടർന്നു. എൻ്റെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് അത് അതിശക്തമായി തോന്നി. വെളിച്ചം, ഏതാണ്ട് ആഹ്ലാദം. അതിനിടയിൽ എൻ്റെ കസിൻ എന്നെ നന്ദി പറയാൻ വിളിച്ചു. അവൾ ഒടുവിൽ ഈ രാത്രി നല്ലവണ്ണം ഉറങ്ങി. ഇത് ഒരു ഭാരം ഉയർത്തിയതുപോലെയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞു. ഒരു ബേക്കറിയിൽ വല്ലാത്ത ആർത്തിയോടെ ഞാനൊരു കപ്പ് കേക്ക് കഴിക്കുകയായിരുന്നു. ഒരു ചുവന്ന ക്രീം കപ്പ് കേക്ക്. മോതിരം എൻ്റെ പോക്കറ്റിൽ തന്നെ കിടന്നു. ഞാനത് പുറത്ത് എടുത്ത് നോക്കിയപ്പോഴേക്കും ആ കേക്കിൻ്റെ ഒട്ടിപ്പിടിക്കുന്ന ചുവന്ന ക്രീം ആ മോതിരത്തിൻ്റെ ഒരു ഭാഗത്ത് പുരണ്ടു. ഒന്നും ആലോചിക്കാതെ ഞാനത് വൃത്തിയായി ഒന്ന് നാക്കുകൊണ്ട് നക്കി. മോതിരം എൻ്റെ നാവിൽ തൊട്ടപ്പോൾ അത് അലിഞ്ഞു. പഞ്ഞിമിഠായി പോലെ ഉരുകി. അതിൻ്റെ ചൂട് എൻ്റെ ശരീരത്തിൽ മുഴുവനും നിറഞ്ഞു. ഇത്തവണ കൂടുതൽ ശക്തമായി. അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെയോ ഞാൻ അവളുടെ സങ്കടം കഴിച്ചു. 5 വർഷം കടന്നുപോയി. ഞാനത് ബിസിനസ്സാക്കി മാറ്റി. തീർച്ചയായും ഔദ്യോഗികമായി അല്ല. ഒരു ബിസിനസ് കാർഡിൽ ദുഃഖഭോഗി എന്ന് കൃത്യമായി എഴുതാൻ കഴിയില്ല. പക്ഷേ നിരാശരായ ആൾക്കാർക്കിടയിൽ വാർത്ത പടർന്നു. പ്രക്രിയ ലളിതമായിരുന്നു. നിങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ വേദനയെ പിടിച്ചു നിർത്തുന്ന ഒന്ന്. ഞാനത് കഴിക്കുന്നു. നിങ്ങളുടെ ദുഃഖം അപ്രത്യക്ഷമാകുന്നു. തീവ്രതയെ അടിസ്ഥാനമാക്കിയല്ല ഞാൻ ഫീസ് ഈടാക്കിയത്. ഒരു രക്ഷിതാവിന് 10,000, ഒരു സഹോദരന് 5,000, ഒരു മുത്തശ്ശിക്ക് 2,500, വളർത്തുമൃഗങ്ങൾക്ക് 1,000 ആയിരുന്നു. വില നിർണയം ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ദുഃഖം പിന്നീട് എന്നെ എത്രമാത്രം തളർത്തും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. പക്ഷേ എൻ്റെ ക്ലയൻറ്റുകൾക്ക് അവരുടെ ദുഃഖത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അത് അപ്രത്യക്ഷമായില്ല. അത് എൻ്റെ ഉള്ളിൽ ജീവിച്ചു. മരിച്ചുപോയ 78 പ്രിയപ്പെട്ടവരുടെ വൈകാരിക ആഘാതം ഞാൻ അനുഭവിച്ചു. ഓരോരുത്തരും എന്തോ പിന്നീട് അവശേഷിപ്പിച്ചു. ഒരു മന്ത്രിപ്പ്, ഒരു വിങ്ങൽ, ഒരു ഓർമ്മ. അത് എൻ്റേതല്ല. ഞാൻ അവരെ കോറസ് എന്ന് വിളിച്ചു. മിക്ക ദിവസങ്ങളിലും എനിക്ക് അവ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അവ പശ്ചാത്തല ബഹളം മാത്രമായിരുന്നു. മറ്റൊരു മുറിയിൽ വെച്ചിരിക്കുന്ന ടി.വിയുടെ അനാവശ്യ ശബ്ദം പോലെ. എന്നാൽ അടുത്തിടെ അവ ഉച്ചത്തിലായി. കൂടുതൽ ആവശ്യപ്പെടുന്നു. മന്ത്രിപ്പുകൾ സംഭാഷണങ്ങളായി മാറിയിരുന്നു. സംഭാഷണങ്ങൾ വാദങ്ങളായി വളർന്നു. വാദങ്ങൾക്ക് പകരം അപേക്ഷകൾ. ഞങ്ങളെ പുറത്തു വിടൂ. ഞങ്ങൾക്ക് അവരെ കാണണം. ഞങ്ങൾക്ക് അവരെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരെ അവഗണിച്ചു ദുഃഖം കഴിച്ചുകൊണ്ടേയിരുന്നു. ദുഃഖം കഴിക്കുമ്പോൾ കിട്ടുന്ന ചൂട് എനിക്ക് ആസക്തിയായി മാറി. ആ ആസക്തി അനുഭവിക്കാൻ വേണ്ടി ഒരു ഒഴിവുകഴിവ് മാത്രമായിരുന്നു ബിസിനസ്. കുട്ടിക്കാലം മുതൽ എനിക്ക് ഉറക്കത്തിൽ അതേ പേടി സ്വപ്നം ആവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിനുള്ളിൽ കുടുങ്ങി ബോധവാനായ, പക്ഷേ അനങ്ങാനോ സംസാരിക്കാനോ കഴിയാതെ മറ്റെന്തോ എന്നെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുകയായിരുന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. വിയർപ്പിൽ നനഞ്ഞു. വീണ്ടും നിയന്ത്രണത്തിലായതിൽ നന്ദിയുള്ളവനായി ഞാൻ ഉണരും. എനിക്ക് പ്രായം കൂടുന്തോറും എൻ്റെ പേടി സ്വപ്നങ്ങൾ കുറഞ്ഞു, പക്ഷേ കൂടുതൽ തീവ്രമായി. എൻ്റെ സ്വന്തം മാംസത്തിലെ ഒരു യാത്രക്കാരനായി മാത്രം ചുരുങ്ങുക എന്ന ആശയം മരണത്തെക്കാൾ എന്നെ ഭയപ്പെടുത്തി.
എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു തടവുകാരനായി നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുമായിരുന്നു. ഈ പേടി സ്വപ്നങ്ങളെ എൻ്റെ പുതിയ തൊഴിലുമായി ഞാൻ ഒരിക്കലും ബന്ധിപ്പിച്ചിട്ടില്ല. മുന്നറിയിപ്പ് അടയാളങ്ങൾ ഒരിക്കലും കണ്ടില്ല. വളരെ വൈകുന്നതുവരെ. മഴയുള്ള ഒരു ചൊവ്വാഴ്ച ഒരു സ്ത്രീ തൻ്റെ സഹോദരൻ്റെ ക്രിക്കറ്റ് തൊപ്പി എനിക്ക് കൊണ്ടു തന്നു. 3 മാസം മുമ്പ് അവൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവൾ നന്നായി ഉറങ്ങിയിട്ടില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൾ എനിക്ക് തൊപ്പി തന്നു. വേദനിക്കുമോ? അവൾ എന്നോട് ചോദിച്ചു. അവളുടെ വിരലുകൾ അപ്പോഴും തൊപ്പിയിൽ കീറിയ ഭാഗത്ത് പിടിച്ചിരുന്നു. നിനക്കോ? ഞാൻ ചോദിച്ചു. അവൾ പോയപ്പോൾ ഞാൻ വാതിൽ പൂട്ടി തൊപ്പി എൻ്റെ വായിൽ തിരുകി. ആ തുണി എൻ്റെ നാവിൽ അലിഞ്ഞു ചേർന്നു. അതിൽ നിന്ന് വരുന്ന കൈപ്പേറിയ സങ്കടങ്ങൾ എൻ്റെ കണ്ണുകൾ നനച്ചു. ഞാൻ വേഗത്തിൽ ചവച്ചു. എത്രയും വേഗം ഞാനത് ഇറക്കിയോ അത്രയും വേഗം ആ വേദന ആ പരിചിതമായ ചൂടിലേക്ക് മാറി. പക്ഷേ ഈ പ്രാവശ്യം വ്യത്യസ്തമായ എന്തോ സംഭവിച്ചു. അവസാന നൂലുകൾ എൻ്റെ തൊണ്ടയിലൂടെ അപ്രത്യക്ഷമാകുമ്പോൾ പകൽ പോലെ വ്യക്തമായ ഒരു പുരുഷ ശബ്ദം ഞാൻ കേട്ടു. ഒടുവിൽ. പിന്നെ എൻ്റെ കൈകൾ എൻ്റെ കൈകളിലായിരുന്നില്ല. ഞാൻ എൻ്റെ കൈകൾ ചലിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവ മേശപ്പുറത്ത് തളർന്നു കിടന്നു. ഞാൻ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കാലുകൾ എന്നെ അവഗണിച്ചു. എൻ്റെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. പക്ഷേ ഞാനല്ല അത് വേഗത്തിലാക്കിയത്. നീ വളരെ സ്വാർത്ഥനാണ്, ശബ്ദം പറഞ്ഞു. ഞങ്ങളെ അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ അനുവദിക്കാതെ ഞങ്ങളെയെല്ലാം ഇവിടെ നിർത്തി. ഞാൻ പ്രതികരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ വാ തുറന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പരിഭ്രാന്തി എൻ്റെ നട്ടലിലൂടെ ഇഴഞ്ഞു. ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്, ഇപ്പോഴും ബോധവാനായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിയന്ത്രണമില്ലാതായിരിക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൽ ഒരു യാത്രക്കാരനായി. എൻ്റെ ജീവിതത്തിലെ പേടിസ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. 100 തവണ ഉറക്കത്തിൽ ഉണർത്തിയ ഭീതി ഇപ്പോൾ ഉണർന്നിരിക്കുന്ന യാഥാർത്ഥ്യമായി. ഇപ്പോൾ നമ്മുടെ ഊഴമാണ്. എൻ്റെ തലയിൽ മറ്റൊരു ശബ്ദം മുഴങ്ങി. പ്രായമായ അപരിചിതയായ ഒരു സ്ത്രീ ശബ്ദം. നീ ഞങ്ങളെ കുറേ നാൾ നിശബ്ദരാക്കി. അടുത്ത കുറച്ച് മണിക്കൂറുകൾ മാനസിക പീഡനത്തിൻ്റെ മങ്ങലായിരുന്നു. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരം ചലിച്ചു. എൻ്റെ കൈകൾ ഡ്രോയറുകൾ തുറന്നു. ഫയലുകൾ പരിശോധിച്ചു. എൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് കണ്ടെത്തി. എൻ്റെ വായിൽ എൻ്റേതല്ലാത്ത വാക്കുകൾ ഉരുത്തിരിഞ്ഞു. വ്യത്യസ്ത ശബ്ദങ്ങളും വ്യത്യസ്ത താളങ്ങളും പരീക്ഷിച്ചു. കോറസ് എങ്ങനെ എന്നെ ചലിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൻ്റെ മുഴുവൻ ഭീകരതയും അനുഭവിക്കാൻ അവരെന്നെ അനുവദിച്ചു. ഞാൻ നിലവിളിച്ചു. പക്ഷേ അവർ എന്നെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. എൻ്റെ തലയോട്ടിക്കുള്ളിൽ കൂട്ടിലടയ്ക്കപ്പെടുന്നതിൻ്റെ ഭയം. ഇത് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഏതൊരു ശാരീരിക വേദനയേക്കാളും മോശമായിരുന്നു. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടാലും ഒരു ചെറിയ ജനാലയിലൂടെ ലോകത്തെ വീക്ഷിക്കാൻ പറ്റുന്നത് പോലെ. രാത്രിയായപ്പോഴേക്കും അവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. തകർന്ന ഗ്ലാസ് കൊണ്ട് ചുറ്റപ്പെട്ട എൻ്റെ അടുക്കളത്തറയിൽ ഞാൻ ഉണർന്നു. ക്ലോക്ക് പുലർച്ചെ 3:47 എന്ന് കാണിക്കുന്നു. എനിക്ക് 9 മണിക്കൂർ നഷ്ടപ്പെട്ടു. എൻ്റെ ഫോൺ അജ്ഞാത നമ്പറുകളിൽ നിന്ന് 17 മിസ് കോളുകൾ കാണിച്ചു. എൻ്റെ നഖത്തിനടിയിൽ രക്തമുണ്ടായിരുന്നു. എൻ്റെ വായിൽ ചെമ്പും ഉപ്പും കലർന്ന എന്തോ ഒരു രുചി പോലെ തോന്നിയിരുന്നു. ഞാൻ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ലോകം ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഇത് എന്ത്? ഞാൻ പറഞ്ഞു. പക്ഷെ വാക്കുകൾ എൻ്റെ വായിൽ തെറ്റായി തോന്നി. എൻ്റെ നാവ് വാക്കുകളെ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് മറന്നതുപോലെ. ഞങ്ങൾ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു. എൻ്റേതല്ലാത്ത ഒരു ശബ്ദം പറഞ്ഞു. അത് എൻ്റെ തലയ്ക്കുള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ചെറിയ ചിന്തയായിരുന്നില്ല. അത് പുതിയ ആരോ ആയിരുന്നു. നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരാൾ. ഞാൻ പതുക്കെ കുളിമുറിയിലേക്ക് പോയി ലൈറ്റിട്ടു. കണ്ണാടിയിൽ എൻ്റെ മുഖം തെറ്റായി കാണപ്പെട്ടു. എൻ്റെ ഭാവങ്ങൾ എൻ്റേതല്ല. എൻ്റെ കണ്ണുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. മറ്റാരോ അവയെ നിയന്ത്രിക്കുന്നത് പോലെ. ഇല്ല, ഞാൻ പറഞ്ഞു, ഇത് സംഭവിക്കുന്നില്ല. ഓ, പക്ഷേ ഇത് സംഭവിക്കുന്നു. ആ ശബ്ദം മറുപടി പറഞ്ഞു. നീ വളരെ ഔദാര്യമുള്ളയാളാണ്. ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി തന്നു. ഇപ്പോൾ ഞങ്ങൾ ആ ഔദാര്യത്തിന് മറുപടി നൽകും. എൻ്റെ കൈ എൻ്റെ മുഖത്തേക്ക് ഉയർന്നു. പക്ഷെ അത് ചലിപ്പിക്കുന്നത് ഞാനല്ല. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ചുണ്ടുകൾ അടച്ചിരുന്നു.
എൻ്റെ ഏറ്റവും മോശം പേടി സ്വപ്നം ഇതായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെടാൻ. മറ്റാരോ നമ്മളെ നിയന്ത്രിക്കുന്നു. നമ്മൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഇത് ഒരു അത്ഭുതമോ അതിശയോക്തിയോ ആയിരുന്നില്ല. കുട്ടിക്കാലം മുതൽ എന്നെ ഉറക്കത്തിൽ വേട്ടയാടിയിരുന്ന, ഉണർന്നിരിക്കുന്ന ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിച്ച ഭീകരതയുടെ അക്ഷരാർത്ഥത്തിലുള്ള പ്രകടനമായിരുന്നു. അതിനെതിരെ പോരാടരുത്. മറ്റൊരു ശബ്ദം മന്ത്രിച്ചു. ഇത്തവണ ഒരു സ്ത്രീയുടെ ശബ്ദം. നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. പെട്ടെന്ന് കോറസ് ഒരു പശ്ചാത്തല ബഹളം അല്ലാതെയായി മാറി. അവർ ഒരു പ്രാധാന്യമുള്ള ഇടത്തിൽ നിന്നും ഒരു വെള്ളപ്പൊക്കം പോലെ ഉയർന്നു പൊങ്ങി. ഞാൻ അതിൽ മുങ്ങിത്താഴുകയായിരുന്നു. അവർ എൻ്റെ ശരീരം ഒരു ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകുന്നത് പോലെ പുറത്തെടുത്തു. അതിൻ്റെ ഓരോ ഭയാനകമായ നിമിഷത്തിലും ഞാൻ ബോധവാനായിരുന്നു. എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ എല്ലാം കണ്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു യാത്രക്കാരൻ മാത്രമായിരുന്നു. അടുത്തതായി ആരാണ് നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതെന്ന് വാദിച്ചുകൊണ്ട് അവർ പരസ്പരം സംസാരിക്കാൻ എൻ്റെ ശബ്ദം ഉപയോഗിച്ചു. സഹോദരൻ ആദ്യം പോണം. എൻ്റെ വായിൽ എൻ്റേതല്ലാത്ത ശബ്ദം പറഞ്ഞു. അവൻ ഏറ്റവും പുതിയ ആളാണ്. അവൻ ഇതുവരെ അവൻ്റെ സഹോദരിയെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ തലയാട്ടി. ഓരോരുത്തർക്കും 15 മിനിറ്റ്. എൻ്റെ വോക്കൽ കോഡ് ഉപയോഗിച്ച് മറ്റൊരാൾ പറഞ്ഞു. നമ്മൾ ഒരു മികച്ച സംവിധാനം കണ്ടെത്തുന്നതുവരെ. ഞാനൊരു നിശ്ചിത സമയ പങ്കിടൽ സ്വത്താണെന്ന മട്ടിൽ അവരെന്നെ വിഭജിക്കുകയായിരുന്നു. എനിക്ക് നോക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വന്തം ജീവിതത്തിൽ ഒരു നിരീക്ഷകനായി തരം താഴ്ത്തപ്പെടുന്നതിൻ്റെ ശ്വാസം മുട്ടുന്ന ഭീകരത അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വിവരിക്കാൻ കഴിയില്ല. ഇന്നലെ സഹോദരൻ്റെ തൊപ്പി എനിക്ക് കൊണ്ടുതന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് എൻ്റെ ശരീരം ഓടി. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് കോറസിന് അറിയാമായിരുന്നു. കാരണം സഹോദരൻ അറിയാമായിരുന്നു. അവർ ഡോർബെൽ അടിച്ചു. അവൾ ഡോർ തുറന്നു. അവളുടെ മുഖം ആശയക്കുഴപ്പത്തിൽ നിന്ന് ഭീതിയിലേക്ക് മാറി. ഹേയ് ടോമി, അവൾ പറഞ്ഞു. ഹേയ് ചേച്ചി, എൻ്റെ വായിൽ അവളുടെ സഹോദരൻ്റെ ശബ്ദം പറഞ്ഞു. ഞാൻ തിരിച്ചെത്തി. അവൾ അല്ല എന്ന മട്ടിൽ തലയാട്ടി പുറകോട്ടു മാറി. ഇല്ല, നീ അല്ലേ തൊപ്പി തിന്നത്? നീ എന്താണ് ചെയ്യുന്നത്? ഇത് സങ്കീർണമാണ്, എൻ്റെ വാ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ കാണാമായിരുന്നു. ഞാൻ പറയട്ടെ, അത് നിന്റെ തെറ്റല്ല. അവർ എന്നെ പാവയെപ്പോലെ ഉപയോഗിക്കുകയായിരുന്നു. എനിക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. കൈവശപ്പെടുത്തലിനെ കുറിച്ചുള്ള ഓരോ കുട്ടിക്കാലത്തെ ഭയവും സ്വയംഭരണം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഇതെല്ലാം ഉയർന്ന തലത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. ഇത് വെറും ഒരു പേടി സ്വപ്നമായിരുന്നില്ല, എന്നെ നിർവചിക്കുന്ന പേടി സ്വപ്നമായിരുന്നു. ആ സ്ത്രീ കരഞ്ഞു തുടങ്ങി. ഇത് തമാശയല്ല, നീ പോണം. അഷ്ടമുടി തടാകത്തിലെ ആ വേനൽക്കാലം ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ കൈവരിയിൽ നിന്ന് തള്ളി മാറ്റിയപ്പോൾ നിന്റെ പുതിയ കണ്ണാടി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു മത്സ്യം അത് എടുത്തുകൊണ്ട് പോയി എന്നല്ലേ ഞാനന്ന് പറഞ്ഞത്? അവളുടെ മുഖം വിളറി. ആർക്കും ആ കഥ അറിയില്ല. എനിക്ക് മനസ്സിലായി. എനിക്കറിയാം. അവളുടെ മുഖത്ത് തൊടാൻ എൻ്റെ കൈകൾ നീട്ടി. എനിക്ക് വേണ്ടി നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം. എന്ത്? അവൾ ചോദിച്ചു. നീ അവന് മറ്റെന്തെങ്കിലും കൊടുക്കണം. കൂടുതൽ സങ്കടമുള്ള ഒന്ന്. എൻ്റെ ഡയറി. അത് മെത്തക്കടിയിലുണ്ട്. ഇല്ല, ഞാനെൻ്റെ മനസ്സിൽ അലറി. അവനെ ശ്രദ്ധിക്കരുത്. പക്ഷെ തീർച്ചയായും അവൾക്ക് എന്നെ കേൾക്കാൻ കഴിഞ്ഞില്ല. ആർക്കും കഴിയില്ല. കൂടുതൽ സങ്കടങ്ങൾ, കൂടുതൽ ഓർമ്മകൾ കോറസിലേക്ക് ചേർക്കാൻ, കൂടുതൽ ആത്മാക്കളെ സൃഷ്ടിക്കാൻ അവരെന്നെ ഉപയോഗിക്കുന്നത് നോക്കി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പാസഞ്ചർ സീറ്റിൽ കുടുങ്ങിയിരുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ അവരെൻ്റെ 7 ക്ലയൻറ്റുകളെ സന്ദർശിച്ചു. ഓരോ തവണയും കോറസിലെ പുതിയ അംഗം നിയന്ത്രണം ഏറ്റെടുത്തു. അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടുതൽ ദുഃഖമുള്ള വസ്തുക്കൾ കൈമാറണമെന്ന് ബോധ്യപ്പെടുത്തി. ചിലർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ മിക്കവരും മരിച്ചവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും അവർ തന്നു. ഇത് തുടർന്നു. എൻ്റെ ശരീരം അറിയാതെ പുറത്തു വരും. മരിച്ചവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ ശബ്ദം പറയും. അവർ തരുന്നതെന്തും എൻ്റെ കൈകൾ എടുക്കും. അവർ എഴുതിയ പുസ്തകങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, വിവാഹമോതിരങ്ങൾ, വസ്ത്രങ്ങൾ പോലും. പിന്നെ എൻ്റെ വാ അവയെ വിഴുങ്ങും. കോറസിലേക്ക് ഓരോ പുതിയ ശബ്ദവും ചേർക്കും. എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ കഴിക്കുന്ന ഓരോ വസ്തുവിലും കോറസ് കൂടുതൽ ശക്തമാകും.
ഞാൻ ചുരുങ്ങുകയും എൻ്റെ മനസ്സിൻ്റെ ഓരോ കോണിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നതായി എനിക്ക് തോന്നി. ആ പേടി സ്വപ്നം എന്നെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. ഓരോ മണിക്കൂറിലും കൂടുതൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നു. 4-ാം ദിവസമായപ്പോഴേക്കും സാധാരണയായി അവർ ഉറങ്ങുമ്പോൾ എനിക്ക് മിനിറ്റുകൾ മാത്രം നിയന്ത്രണം ലഭിച്ചു. ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ എല്ലാം ചെറുക്കാൻ ശ്രമിച്ചു. വേദന, മദ്യം, എൻ്റെ തല ചുമരിൽ ഇടിക്കുന്നത് പോലും ഒന്നും ഫലിച്ചില്ല. അവർ ചിരിച്ചുകൊണ്ട് നിയന്ത്രണം തിരിച്ചു പിടിച്ചു. പരിഹാസത്തിൻ്റെ ഓരോ പൊരുത്തക്കേടിൽ അവരുടെ ശബ്ദങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി. എനിക്ക് എന്തെങ്കിലും അറിയണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ മാത്രമാണ് അവർ എന്നെ പുറത്തുവിടാൻ അനുവദിച്ചത്. രാത്രിയിൽ എൻ്റെ ശരീരം എൻ്റെ കട്ടിലിൽ കിടന്ന് എൻ്റേതല്ലാത്ത കണ്ണുകളിലൂടെ മച്ചിലേക്ക് നോക്കി. നാളെ ഞങ്ങൾ സെമിത്തേരിയിലേക്ക് പോകുന്നു, എൻ്റെ കസിൻ്റെ അമ്മ വിശദീകരിച്ചു. ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കേണ്ട സമയമായി എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അവരോട് ചോദിച്ചു. പുതിയ ദുഃഖമാണ് ഏറ്റവും മധുരമുള്ളത്, മറ്റൊരു ശബ്ദം പറഞ്ഞു. ഞങ്ങൾ ദുഃഖിതരെ കണ്ടെത്തി നേരിട്ട് ഞങ്ങളുടെ സേവനം വാഗ്ദാനം ചെയ്യും. ഇല്ല, ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. എൻ്റെ വോക്കൽ കോഡ് ഉപയോഗിച്ച് അവർ ചിരിച്ചു. അതുല്യമായ സ്വരങ്ങളുടെ ഒരു അപശ്രുതി. നിങ്ങൾക്ക് ഇനി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ വെറും ഒരു കാരിയർ മാത്രമാണ്. അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിയന്ത്രണത്തിനായുള്ള പോരാട്ടത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ബദൽ ഞാൻ പരിഗണിച്ചിരുന്നില്ല. ഒരുപക്ഷെ എനിക്ക് ഈ വാഹനം ഓടിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ എനിക്കിപ്പോഴും ഈ വാഹനം എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കയറ്റാൻ കഴിയും. അവർ അവരുടെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെത്തി. എൻ്റെ സ്വന്തം ദുഃഖം വസിക്കുന്ന സ്ഥലത്തേക്ക്. അവരുടെ ദുഃഖമല്ല എൻ്റേത്. എൻ്റെ മുഴുവൻ ജീവിതത്തിലും എൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്ന വേദന. എൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ഞാൻ കണ്ടെത്തി. എനിക്ക് 14 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഓർമ്മ. 2 വർഷത്തിന് ശേഷം എൻ്റെ അമ്മയുടെ ആത്മഹത്യ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മരണം. ഈ ദുഃഖങ്ങളൊന്നും ഞാൻ ഒരിക്കലും സംസ്കരിച്ചിട്ടില്ല, ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, ഒരിക്കലും കഴിച്ചിട്ടില്ല. ഒരു കിണറ്റിൽ നിന്ന് വിഷം പോലെ ഞാനത് വലിച്ചെടുത്തു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കോറസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാനത് അവർക്കെതിരെ പ്രയോഗിച്ചു. ദുഃഖം ഒരു ജീവനുള്ള കാര്യമാണ്. അത് വളരുന്നു, മാറുന്നു, പരിണമിക്കുന്നു. നിങ്ങളത് പോഷിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു. എൻ്റെ ദുഃഖം കോറസ് കൈവശപ്പെടുത്തിയ മാനസിക ഇടങ്ങളിലൂടെ ഒഴുകി. എൻ്റെ ദുഃഖം കോറസിനെ സ്പർശിക്കുമ്പോൾ അവർ നിലവിളിച്ചു. നിർത്തൂ! എൻ്റെ ദുഃഖം അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർ നിലവിളിച്ചു. നിങ്ങൾക്ക് ദുഃഖമല്ലേ വേണ്ടത്? ഞാൻ അവരോട് ചോദിച്ചു. ഇത് നിങ്ങൾ കഴിച്ചോളൂ. എൻ്റെ ബോധത്തിലൂടെ എല്ലാ വേദനാജനകമായ ഓർമ്മകളും, ഞാൻ അനുഭവിച്ച ഓരോ നഷ്ടവും, ഓരോ വേദനയും, ഓരോ നിരാശയും, ഓരോ നിമിഷവും ഞാൻ അടിച്ചേൽപ്പിച്ചു. ഈ വികാരങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ ഞാൻ അവയെ സ്വീകരിച്ചു. അവ എൻ്റെ ആയുധങ്ങളായിരിക്കുന്നു. ആക്രമണത്തിൽ കോറസ് പിളർന്നു. ചില ശബ്ദങ്ങൾ പൂർണ്ണമായും മങ്ങി. മറ്റുള്ളവ അടക്കം പറയുന്ന ശബ്ദങ്ങളായി പിളർന്നു. നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ചില ശക്തർ മുന്നോട്ട് വന്നു. പക്ഷേ ആക്രമണം അവരെ ദുർബലപ്പെടുത്തി. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് എൻ്റെ കൈ നീക്കാൻ കഴിഞ്ഞു. മനസ്സിൽ ഇപ്പോഴും തുടരുന്ന പോരാട്ടത്തിനെതിരെ പല്ലുകൾ കടിച്ചു മുറുക്കി ഞാൻ എന്നെ തന്നെ കുളിമുറിയിലേക്ക് എത്തിച്ചു. കണ്ണാടിയിൽ എൻ്റെ മുഖം ക്ഷീണിച്ചു കാണപ്പെട്ടു. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. എനിക്ക് കുറെ പ്രായം വന്നതുപോലെ തോന്നി. പക്ഷേ അവ വീണ്ടും എൻ്റെ കണ്ണുകളായിരുന്നു. കുറഞ്ഞത് ഇപ്പോഴെങ്കിലും. ഇത് അവസാനിച്ചിട്ടില്ല. ശേഷിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്ന് പറഞ്ഞു. നമ്മൾ കാത്തിരിക്കാം. നമ്മൾ വീണ്ടും ശക്തരാകും. ഇല്ല, ഞാൻ ഉറക്കെ പറഞ്ഞു. എൻ്റെ ശബ്ദം പൗരുഷമായിരുന്നു, പക്ഷേ എൻ്റെ സ്വന്തം. നീ അങ്ങനെ ചെയ്യില്ല. ഞാൻ കുളിമുറിയിലേക്ക് കബോർഡ് തുറന്ന് ഒരു പോക്കറ്റ് കത്തിയെടുത്തു. എൻ്റെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നത്. ദുഃഖസാധ്യത ഉണ്ടായിരുന്നിട്ടും ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഒരു വസ്തു. കാരണം ഇത് വളരെ വിലപ്പെട്ടതായിരുന്നു. ഞാനത് എൻ്റെ വായിൽ വെച്ചു. തണുത്ത ലോഹം എൻ്റെ നാവിൽ സ്പർശിച്ചു. അത് അലിഞ്ഞു പോകുന്നതായി എനിക്ക് തോന്നി. പക്ഷേ ഇത്തവണ ദുഃഖം വിഴുങ്ങുന്നതിന് പകരം ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അന്ന്
ഈ കത്തി എനിക്ക് തന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമാനം തുളുമ്പുന്ന കണ്ണുകൾ. അദ്ദേഹം എന്നെ ഈ കത്തി കൊണ്ട് പലതും ചെത്താൻ പഠിപ്പിച്ചു. അത്ഭുതകരമായ ഓർമ്മകൾ വേദനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ കത്തി വികാരങ്ങളുടെ ഒരു പൊട്ടിത്തെറിയിലേക്ക് അലിഞ്ഞു ചേർന്നു. ദുഃഖം മാത്രമല്ല, സന്തോഷം, സ്നേഹം, അഭിമാനം, നൊസ്റ്റാൾജിയ. കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ദുഃഖമോ അത് നിങ്ങളെ നശിപ്പിക്കുന്ന വേദനയല്ല, കൂരയില്ലാതെ പോകുന്നത് സ്നേഹത്തിനാണ്. നിങ്ങളെ സ്പർശിക്കുന്ന, എവിടെയെങ്കിലും നിലനിൽക്കാൻ ശ്രമിക്കുന്നത് സ്നേഹമാണ്. വേദന മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ ഈ വിശക്കുന്ന പ്രേതങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു. ദുഃഖം നിറഞ്ഞ ആളുകളുടെ ഈ കൂട്ടം. ഈ വെളിപ്പെടുത്തലുകൾ അവരോട് പറയാൻ ഞാൻ വാ തുറന്നു. പക്ഷെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. കോറസ് നിശബ്ദരായിരുന്നു. കുറഞ്ഞത് ഇപ്പോഴെങ്കിലും. പിറ്റേന്ന് രാവിലെ വർഷങ്ങളായി ഞാൻ ശേഖരിച്ച എല്ലാ ദുഃഖങ്ങളും ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നീക്കം ചെയ്തു. അവ ഭക്ഷിച്ചുകൊണ്ടല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. മറിച്ച് അവ ഉൾപ്പെട്ട കുടുംബങ്ങളിലേക്ക് തിരികെ നൽകുന്നതിലൂടെ. ഞാൻ ആ കുടുംബങ്ങളിലെ വാതിൽക്കൽ എത്തുമ്പോൾ ചിലർക്ക് ദേഷ്യം വന്നു. മറ്റുള്ളവർ ആശയക്കുഴപ്പത്തിലായി. ചിലർ എന്നോട് അവരുടെ ദുഃഖം തിരികെ ഏറ്റെടുക്കാൻ പോലും അപേക്ഷിച്ചു. എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ സമ്മതിക്കില്ല. തിരിച്ചയക്കപ്പെട്ട ഓരോ വസ്തുവും പിന്നിൽ നിന്ന് ഓരോ ഭാരവും എടുത്തു മാറ്റിയ പോലെയായിരുന്നു. കണ്ണുനീർ നിറഞ്ഞ ഓരോ സംഭാഷണത്തിലും, ഓരോ വിചിത്രമായ വിശദീകരണത്തിലും, ഓരോ ക്ഷമാപണത്തിലും എൻ്റെ തലയിലെ ശബ്ദങ്ങൾ മുഴുകിത്തുടങ്ങി. പൂർണ്ണമായും പോയിട്ടില്ല. എനിക്കിപ്പോഴും ചിലപ്പോൾ, പ്രത്യേകിച്ച് രാത്രിയിൽ, അവരെ കേൾക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ആക്രമണകാരികളെക്കാൾ ഓർമ്മകൾ പോലെയാണ്. ഞാൻ അവരെ ഒരു കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്ന ആളുകളായിട്ടല്ല, മറിച്ച് എൻ്റെയും അവരുടെയും മുറിവുകളായി കണക്കാക്കി. സുഖപ്പെടുത്തൽ ആവശ്യമുള്ള മുറിവുകളായി. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി പഴയ പേടി സ്വപ്നങ്ങളില്ലാതെ ഞാൻ ഉറങ്ങി. എൻ്റെ സ്വന്തം ശരീരത്തിൽ കുടുങ്ങിപ്പോയ ഭീകരതയ്ക്ക് എൻ്റെ മേലുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇനി ഭയാനകമല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഞാൻ യഥാർത്ഥ കാര്യത്തിലൂടെ ജീവിതം അതിജീവിച്ചതുകൊണ്ടാണ്. എൻ്റെ ഏറ്റവും വലിയ ഭയത്തെ ഞാൻ അഭിമുഖീകരിച്ചതുകൊണ്ട് മറുവശത്തൂടെ ഞാൻ പുറത്തു വന്നു. ഞാൻ ക്ലയൻറ്റുകളെ എടുക്കുന്നത് നിർത്തി. മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിച്ചു. എൻ്റെ ഫോൺ നമ്പർ മാറ്റി. പക്ഷേ ആളുകൾ ഇപ്പോഴും എന്നെ കണ്ടെത്തി. അവരുടെ വേദനയിൽ നിന്ന് അവർക്ക് മോചനം തേടുകയായിരുന്നു. അവരുടെ സങ്കടം തിന്നുന്നതിന് പകരം ഞാൻ അവരുടെ കഥകൾ കേട്ടു. ചിലപ്പോൾ അത് മതിയായിരുന്നു, ചിലപ്പോൾ അങ്ങനെയല്ല. പക്ഷെ കുറഞ്ഞത് അതൊരു സത്യസന്ധമായ ജോലിയായിരുന്നു. എൻ്റെ മോചനത്തിന് ഒരാഴ്ച കഴിഞ്ഞു ഒരു മനുഷ്യൻ തൻ്റെ മകളുടെ ടെഡിബെയറിനെ എനിക്ക് കൊണ്ടുവന്നു തന്നു. ക്യാൻസർ. അവൾക്ക് 7 വയസ്സായിരുന്നു. നിനക്കിത് ഏറ്റെടുക്കാൻ കഴിയുമോ? മുഖത്ത് നിന്ന് കണ്ണീര് ഒഴുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് ഈ വേദന കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അവൻ അവളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മണിക്കൂറുകളോളം അവനോടൊപ്പം ഇരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐസ്ക്രീം, പൊരുത്തപ്പെടാത്ത സോക്സുകൾ ധരിക്കാൻ അവൾ നിർബന്ധിച്ച രീതി. അവസാനം അവൾ എത്ര ധൈര്യശാലിയായിരുന്നു. അവൻ പോകുന്നതിന് മുമ്പ് ഞാൻ അവനോട് സത്യം പറഞ്ഞു. ഈ ദുഃഖം വെറും സ്നേഹമാണ്, പോകാൻ ഒരു ഇടവുമില്ല. അവൻ അനുഭവിച്ച വേദന അവൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ മറുവശമായിരുന്നു. ആ സൗഖ്യമാകൽ എന്നാൽ മറക്കുക എന്നല്ല. ഈ ടെഡിബെയറിനെ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക, ഞാൻ അവനോട് പറഞ്ഞു. അവൾ ഇതിനെ സ്നേഹിച്ചു, നീയും അവളെ സ്നേഹിച്ചു. തൽക്കാലം ഇത് വേദനിപ്പിക്കട്ടെ, ഒടുവിൽ ആ വേദന കുറയും. പക്ഷെ നിനക്ക് ഇപ്പോഴും ആ സ്നേഹമുണ്ടാകും. ആ ടെഡിബെയറിനെ കെട്ടിപ്പിടിച്ച് അവൻ നടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം അനുഭവപ്പെട്ടു. കോറസിലെ കുറച്ച് ശബ്ദം കൂടി മങ്ങി. പകരം ശാന്തമായ നിശബ്ദത വന്നു. ഞാൻ ആരാണെന്നോ ഈ വിചിത്രമായ കഴിവ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ എനിക്കിപ്പോഴും കൃത്യമായി അറിയില്ല. പക്ഷെ ഇത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ദുഃഖം തിന്നുന്ന ആളല്ല, ഞാൻ ദുഃഖഭോഗിയല്ല. ഒടുവിൽ ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ ദഹിപ്പിക്കാൻ പഠിക്കുന്ന ഒരാൾ മാത്രമാണ്.